ജാക്സൺ ചുങ്കത്തിയ. ഇനി ഒരാൾക്കും ചോദിക്കാൻ കഴിയില്ല, പിണറായി വിജയൻ സർക്കാർ 10 വർഷം കൊണ്ട് ആലോചിച്ച് ബുദ്ധിപരമായി കണ്ടെത്തിയ ഒരു പദ്ധതി, ഒരു മഹാപദ്ധതി, ആ പദ്ധതി കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞു. ഗൈസ്, the things is changed and the history started to begin rocking. ഏതാണ് ആ ഡിസിഷൻ? ജയിലിലെ തടവുകാർക്ക് അന്തസ്സോടെ ജീവിക്കാൻ 10-20,000 രൂപ അതിനടുത്ത് ശമ്പളം, താമസം ഫ്രീ, ഭക്ഷണം ഫ്രീ, ചികിത്സ ഫ്രീ, അങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് ഒരു മഹത്തായ പദ്ധതി. ആശമാർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ കാശില്ലെന്ന് പറയുന്ന അതേ സർക്കാർ ഇവിടെ ഇത്രയും ശമ്പളം കൂട്ടിക്കൊടുക്കാനായിട്ട് കാശുണ്ട് എന്ന് പറയുന്ന സർക്കാർ. സംഭവം അവരുടെ പല ആൾക്കാരും ജയിലിലായത് കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ജയിലിൽ പോകേണ്ട പണി കാണിക്കുന്നതുകൊണ്ട് എങ്ങാനും പോവുകയാണെങ്കിൽ അതും ഒരു നല്ല വരുമാനം ആവണമല്ലോ എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കാം ഇങ്ങനൊരു പദ്ധതി 10 വർഷം കൊണ്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് 100% ഞാൻ പറയണു, ഇതിനും വോട്ട് ചെയ്യാൻ ആളുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ സാധാരണഗതിയിൽ ഒരു ജോലിക്ക് പോകുന്ന, ഒരു കടയിൽ ജോലിക്ക് പോകുന്ന ആൾക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കാം. ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. അവർക്കൊരു 10 രൂപയും 12 രൂപയും ശമ്പളം ഉള്ളപ്പോഴാണ് ജയിലിൽ കിടക്കുന്ന ആൾക്ക് 15 to 20 ഇടയിൽ സാലറി ഉണ്ടാവും എന്ന് സർക്കാർ പറയുന്നത്. അത് ഇവിടെ ഈ പറയുന്ന ആൾ, ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിൽ നിന്ന് വേണം അവരുടെ ഭക്ഷണം കഴിയാനായിട്ട്. കാലത്തെയും വൈകുന്നേരത്തെയും ഉച്ചക്കലത്തേക്ക് ഭക്ഷണം കഴിയണം, അവരുടെ ചികിത്സാ പരിപാടികളുണ്ടെങ്കിൽ അത് കഴിയണം. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ജയിൽ പുള്ളിക്ക് അപ്പോൾ ഏതാണ്ട് ഒരു 3.5-4 ലക്ഷം രൂപയുടെ വരുമാനം ഒരു മാസമുള്ളത്. ഇനി പെൺകുട്ടികൾ ഇടയിൽ ഇപ്പോൾ മലയാളി ആൺകുട്ടികളെ കല്യാണം കഴിക്കാതെ ബംഗാളികളെ കെട്ടിയതുപോലെ ഇനിയിപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഡിമാൻഡാവും. എന്താ ചെയ്യുക? അതായത് ഭർത്താവിൻ്റെ ശല്യവും ഇല്ല, കാശും കിട്ടും എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് വരികയാണല്ലോ. നമ്മൾ എന്തായാലും പിണറായി വിജയൻ്റെ ആ ഒരു എന്താ പറയുക, ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു പദ്ധതിയെ കൃത്യമായിട്ട് നമ്മൾ ആശ്ലേഷിക്കുന്നു. സഖാക്കൾ വരിയായിട്ട് ഇപ്പോൾ ഇ കേസിലും മറ്റേ കരുവന്നൂർ സഹകരണ സംഘം, അതുപോലെ മറ്റ് സഹകരണ സംഘങ്ങൾ, ശബരിമല കൊള്ള, ഇങ്ങനെ പ്രളയത്തിൻ്റെ ഫണ്ട്, ഓക്കി ഫണ്ട്, മറ്റേ ദുരന്തത്തിലെ തട്ടിപ്പ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവരൊക്കെ അവിടെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ അവരോടുള്ള കരുണ, ഈ പാർട്ടിക്കാരോടുള്ള കരുണ, അതിൽ വെട്ടിക്കൊന്ന് അങ്ങനത്തെ ഗുണ്ടായുസം കാണിച്ചിട്ടൊക്കെയുള്ള ആൾക്കാരോടുള്ള കരുണ, അത് നമ്മൾ കണ്ടില്ല എന്നറിയിക്കാൻ പറ്റില്ല. പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്.